ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൈറാർക്കി ഓഫ് സയൻസ് ആണ്. ആഗസ്റ്റ് കോംപ്റ്റെയുടെ മറ്റൊരു സംഭാവനയാണ് ഹൈറാർക്കി ഓഫ് സയൻസ്. മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും സമൂഹവും പരിണാമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് പോലെ തന്നെ ശാസ്ത്രപരമായ അറിവും സമാന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് കോംപ്റ്റെ പറയുന്നു. അദ്ദേഹം വിവിധ ശാസ്ത്രങ്ങളെ ഒരു പട്ടിക തയ്യാറാക്കി. ഇതിലേറ്റവും താഴെ ഗണിതശാസ്ത്രവും തൊട്ടു മുകളിൽ ജ്യോതിശാസ്ത്രം, പിന്നീട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മുകളിൽ സോഷ്യോളജി എന്നിങ്ങനെ തിട്ടപ്പെടുത്തി. ഏറ്റവും ലളിതമാകുന്ന വിഷയങ്ങളെ താഴെത്തട്ടിലും പിന്നീട് അതിൻ്റെ സങ്കീർണത കൂടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ശാസ്ത്രങ്ങളെ പട്ടികയുടെ മുകളിലും ഉൾപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ലളിതമായ ശാസ്ത്രം ഗണിതശാസ്ത്രമാണ്. ഇതാണ് കോംപ്റ്റെയുടെ ഹൈറാർക്കി ഓഫ് സയൻസ്. ലോ ഓഫ് ഇൻക്രീസിംഗ് ഡിപ്പെൻഡൻസി എന്ന നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ആഗസ്റ്റ് കോംപ്റ്റെ ഇങ്ങനെയൊരു പട്ടിക തയ്യാറാക്കിയത്. താഴത്തെ വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് മുകളിലത്തെ വിഷയങ്ങളെല്ലാം നിൽക്കുന്നത്. ഗണിതശാസ്ത്രം വളരെ ലളിതമായത് അത് മറ്റൊരു വിഷയങ്ങളെയും ആശ്രയിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. സോഷ്യോളജി വളരെ സങ്കീർണമായ ഒരു ശാസ്ത്രമാണ് എന്നാണ് ആഗസ്റ്റ് കോംപ്റ്റെ അഭിപ്രായപ്പെടുന്നത്. കാരണം സോഷ്യോളജി താഴെയുള്ള എല്ലാ ശാസ്ത്രങ്ങളെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. കോംപ്റ്റെയുടെ മറ്റൊരു തിയറിയാണ് ദി ട്രൂ സയൻസ് ഓഫ് ഹ്യൂമാനിറ്റി. സ്വന്തം വികാരങ്ങളെക്കാൾ ശക്തവും അടിസ്ഥാനപരവുമായ ഒന്നും മനുഷ്യനെ ഒരിക്കലും പ്രേരിപ്പിക്കില്ലെന്നാണ് കോംപ്റ്റെ വാദിച്ചത്. യുക്തിയേക്കാൾ വികാരങ്ങൾ മനസ്സിനെ ഭരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് സ്റ്റേജിലെ ശാസ്ത്രീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കി സമൂഹത്തിന് ഒരു മതം ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മാനവമതം എന്ന് അദ്ദേഹം പേരിട്ടു, റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി. ഇതിൽ ദൈവവിശ്വാസമല്ല, ശാസ്ത്രത്തിനാണ് പ്രാധാന്യമുള്ളത്. യുക്തിയിലൂടെയാണ് മനുഷ്യർ ചിന്തിക്കേണ്ടത്. അങ്ങനെയൊരു മതമാണ് സമൂഹത്തിന് വേണ്ടതെന്ന് കോംപ്റ്റെ മുന്നോട്ട് വെച്ചു. ആഗസ്റ്റ് കോംപ്റ്റെയുടെ മറ്റൊരു ആശയമാണ് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്. അദ്ദേഹം സോഷ്യോളജിയെ രണ്ട് സൈദ്ധാന്തിക വശങ്ങളായി കണക്കാക്കുന്നു. അതാണ് സോഷ്യൽ സ്റ്റാറ്റിക്സും സോഷ്യൽ ഡൈനാമിക്സും. സോഷ്യൽ സ്റ്റാറ്റിക്സ് സമൂഹത്തിൽ എങ്ങനെ ക്രമം നിലനിർത്തുന്നു എന്നതിലും സോഷ്യൽ ഡൈനാമിക് കാലക്രമേണ സമൂഹം എങ്ങനെ മാറുന്നു എന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്നാൽ സമൂഹത്തിൽ പ്രസൻറ്റ് എന്ത് നടക്കുന്നു, അതായത് ഇപ്പം നമ്മളെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം, മതം, വിവാഹം, അതൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്, അതെന്താണ്, അതിന് മനുഷ്യർ ഇടപഴകുന്ന രീതികൾ, കാരണം പ്രസൻ്റ്ലി ഉണ്ടാവുന്ന കാര്യങ്ങളിലാണ് സോഷ്യൽ സ്റ്റാറ്റിക്സ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. സോഷ്യൽ ഡൈനാമിക്സ് എന്നാൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ഓരോ കാലഘട്ടത്തിൽ മാരേജിലുണ്ടാകുന്ന ആചാരങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറുന്നു. ഇതൊക്കെ ഒരു മാറ്റമാണ്. ഇങ്ങനെയുണ്ടാകുന്ന മാറ്റങ്ങളിലാണ് സോഷ്യൽ ഡൈനാമിക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമൂഹ്യക്രമത്തിൻ്റെ സിദ്ധാന്തം ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്ന ഏത് നിമിഷത്തിലും സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സ്റ്റാറ്റിക്സ്. എന്നാൽ സാമൂഹിക പുരോഗതിയുടെ സിദ്ധാന്തം വഴി സാമൂഹിക പ്രതിഭാസങ്ങളിലെ തുടർച്ചയായ ചലനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോഷ്യോളജിയുടെ സ്ഥാപക പിതാവായ ആഗസ്റ്റ് കോംപ്റ്റെയുടെ തിയറീസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, തിയറി ഓഫ് എവല്യൂഷൻ ആൻഡ് പ്രോഗ്രസ്. മനുഷ്യ മനസ്സിൻ്റെ പരിണാമം ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ വികാസത്തിന് സമാന്തരമാണെന്ന് കോംപ്റ്റെ വാദിച്ചു. അടുത്ത തിയറി, ലോ ഓഫ് 3 സ്റ്റേജസ്. മനുഷ്യ സമൂഹം 3 പരിണാമഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആദ്യഘട്ടത്തിൽ അമാനുഷിക ശക്തികളിലും ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ അദ്ദേഹം പറയുന്നു. അതാണ് തിയോളജിക്കൽ സ്റ്റേജ്. അടുത്തത് ഈ ഒരു സ്റ്റേജിൻ്റെ പരിഷ്കരണ ഘട്ടമായ മെറ്റാഫിസിക്കൽ സ്റ്റേജാണ്. മൂന്നാമത്തേത് പോസിറ്റീവ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ നിയമങ്ങൾ സ്ഥാപിക്കുന്നതിനായി മനുഷ്യർ പ്രകൃതിയെയും മനുഷ്യത്വത്തെയും വസ്തുനിഷ്ഠമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അതായത് ശാസ്ത്രത്തിന് പ്രാധാന്യം നൽകി യുക്തിയിലൂടെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ആ ഒരു ഘട്ടത്തിലുള്ളത്. അടുത്തത് ട്രൂ സയൻസ് ഓഫ് ഹ്യൂമാനിറ്റി. ഇതിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് അവൻ്റെ വികാരങ്ങളാണ് എന്നാണ്. അദ്ദേഹം പോസിറ്റീവ് സ്റ്റേജിലെ ശാസ്ത്രീയ തത്വങ്ങൾ അടിസ്ഥാനമാക്കി സമൂഹത്തിന് ഒരു മതം ആവശ്യമാണെന്ന് വിശ്വസിച്ചു. മാനവ മതം, അതായത് റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മതം, അതാണ് സമൂഹത്തിന് ആവശ്യമെന്ന് കോംപ്റ്റെ വാദിച്ചു. അടുത്തത് പോസിറ്റിവിസം. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വളരെയധികം പ്രാധാന്യം അറിയിച്ച ദാർശനികവും രാഷ്ട്രീയവുമായ ഒരു പ്രസ്ഥാനമായിരുന്നു പോസിറ്റിവിസം. ഈ ഒരു പോസിറ്റിവിസത്തിൻ്റെ സ്ഥാപകനാണ് ആഗസ്റ്റ് കോംപ്റ്റെ. ശാസ്ത്രത്തിനും യുക്തിക്കുമായിരുന്നു ഇവിടെ പ്രാധാന്യം. അടുത്തത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ്.
സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രസൻ്റ്ലി ഉണ്ടാവുന്ന സാമൂഹിക ക്രമത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ്. സോഷ്യൽ ഡൈനാമിക്സ് എന്നത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ, ചലനാത്മകതയെ, സമൂഹത്തിൻ്റെ പുരോഗതിയെ പഠനവിധേയമാക്കുന്ന വിഷയമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. താങ്ക്